സംസ്ഥാനത്ത് നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. സാധാരണ നിരക്കിനേക്കാൾ 3 ഇരട്ടിയിലധികമാണ് ഇപ്പോൾ നിരക്ക് ഈടാക്കുന്നത്. സീസൺ സമയങ്ങളിൽ എല്ലാ വർഷവും ഇത് പതിവാണെന്നാണ് ആക്ഷേപം. ഗൾഫ് മേഖലകളിൽ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതിനാൽ പല പ്രവാസി കുടുംബങ്ങൾക്കും യാത്ര കൂടിയേ തീരൂ. ഓണമായതിനാൽ നാട്ടിലേക്ക് വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്താണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ വെക്കേഷന് നാട്ടിൽ വരുന്ന സമയത്ത് ഭീമമായ സംഖ്യയാണ് വർദ്ധിപ്പിക്കുന്നത്. ഡബിൾ എന്നല്ല, ട്രിപ്പിൾ തന്നെ പറയാം. 12,000 രൂപയ്ക്കൊക്കെ ജിദ്ദയ്ക്ക് പോകുന്നത് ഇപ്പോൾ 28,000 32,000 വരെ എത്തിയിട്ടുണ്ട്. ആ കോലത്തിലുള്ള വർധനവാണ് വിമാന കമ്പനി വർദ്ധിപ്പിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നല്ല ബാധിക്കുന്നുണ്ട്. വർഷാവർഷങ്ങളും ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാ വർഷവും സമാനമായ രീതിയിൽ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ കൊള്ള നടത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. എയർലൈനുകൾ ഏത് റേറ്റാണോ പറയുന്നത് ആ റേറ്റിൽ എടുക്കാൻ പ്രവാസികൾ നിർബന്ധിതരാകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് എല്ലാ വർഷവും നടന്നു വരുന്നൊരു പ്രതിഭാസമാണ്. ഇതിന് എങ്ങനെ തടയണമെന്ന് ചോദിച്ചാൽ ആ സന്ദർഭത്തിൽ അഡീഷണൽ ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് വലിയ എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സന്ദർഭത്തെ, ഇപ്പോൾ നമുക്കറിയാം റെയിൽവേ ഈ വെക്കേഷൻ സമയത്ത് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓണം വെക്കേഷൻ സമയത്തൊക്കെ അഡീഷണൽ ട്രെയിൻ തന്നെ ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു പരിധി വരെ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ എയർ യാത്രാ രംഗത്ത് ഇങ്ങനെ ഒരു സർക്കാരും ഈ ഒരു രംഗത്ത് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. ഇനിയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള ബജറ്റ് വിമാനങ്ങളിൽ ഉൾപ്പെടെ വൻ തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം. ജംഷീർ കൊടങ്ങി തത്സമയം ചേരുന്നുണ്ട്. ജംഷീർ, ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സീസണൽ പ്രതിഭാസം. എല്ലാ വർഷവും കൃത്യമായി ഉത്സവ സീസണുകളിൽ വലിയ, അതായത് 1, 2, 3 ഇരട്ടിയിലധികം പണം കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരികയാണ്. ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് പ്രവാസികൾ ഉണ്ടാക്കിയ പണം അത് ടിക്കറ്റ് ചാർജായി മാത്രം നൽകേണ്ട അവസ്ഥയുണ്ട്. പലതവണ പരാതി പറഞ്ഞു, സംഘടനകളെ സമീപിച്ചു, സർക്കാരുകളെ സമീപിച്ചു. ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഒരു ശ്രമങ്ങൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? തീർച്ചയായിട്ടും ജിൽസി, അതായത് ഇതിപ്പം ഈ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലോ ഉള്ള ഒരു കാര്യമല്ല, തുടർച്ചയായി നിരവധി കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് ഈ കമ്പനികൾ, വിമാന കമ്പനികൾ അവർക്ക് തോന്നിയതുപോലെ വില കൂട്ടുന്നു. ആ വിലയിൽ ടിക്കറ്റ് എടുക്കാൻ പാവപ്പെട്ട പ്രവാസികൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ അവധിക്കാലം കൂടിയാണ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് സെക്ടറുകളിൽ. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായി നാട്ടിലേക്ക് അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ നാട്ടിലേക്ക് വരുന്നു. തിരിച്ച് ഈ ഓഗസ്റ്റ് അവസാന വാരമാകുമ്പോഴേക്കും അവിടെ സ്കൂളുകൾ തുറക്കുകയും മറ്റു ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഓണക്കാലമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്ന സമയം. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിമാന കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1, 2 അല്ല 3, 4 ഇരട്ടിയിലധികം തുക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ 29 റിയാൽ മതി. എന്നാൽ തിരിച്ച് ഒമാനിലേക്ക് 141 റിയാൽ എന്ന് വെച്ചാൽ 3 അല്ല 4 ഇരട്ടിയിലധികം തുക അങ്ങോട്ടേക്ക് പോകാൻ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് UAE സൗദി സെക്ടറുകളിലേക്ക് അടക്കം ഇപ്പോൾ വലിയ തരത്തിലുള്ള വിമാന ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സർക്കാരുകളോ അല്ലെങ്കിൽ സംഘടനകളോ ഒന്നും തന്നെ ഇതിനകത്തൊരു കൃത്യമായ ഇടപെടൽ നടത്തി ഇതിനെ കൂച്ചുവിലങ്ങിടാൻ ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. എത്രയാണോ വിമാന കമ്പനികൾ ടിക്കറ്റ് നൽകുന്നത്, ആ ടിക്കറ്റ്, അവർ പറയുന്ന ടിക്കറ്റ് എന്താണോ ആ ടിക്കറ്റിന് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും യാത്ര നിർബന്ധമാവുന്ന ഘട്ടം, ഈ കുടുംബങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് അവധിക്ക് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുക, സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാവുന്ന സാഹചര്യങ്ങളിൽ തിരിച്ചു പോകൽ അവർക്ക് നിർബന്ധിതമാണ്. ആ ഘട്ടങ്ങളിൽ ഒക്കെ തന്നെ ഇത്തരത്തിൽ വിമാന കമ്പനികൾ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ ലാഭം എടുത്തുകൊണ്ട് ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒമാനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കൂടാനുള്ള ഒരു കാരണം ഇപ്പം ഈ UAE സൗദി അടക്കമുള്ള ഇടങ്ങളിലേക്കുള്ള ആളുകൾ അവിടെ ടിക്കറ്റ് വർധനവായതുകൊണ്ട് തന്നെ ഒമാനിലേക്ക് ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ ഒമാനിലേക്ക് ഇത്തരത്തിൽ 4 ഇരട്ടിയിലധികം വിമാന കമ്പനികൾ വില വർധനവ് നടത്തുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ഇത്തരത്തിൽ നേരത്തെ സാധാരണഗതിയിൽ ഉണ്ടാവുന്നതിനേക്കാൾ 3-4 ഇരട്ടിയിലധികം തുക നൽകിക്കൊണ്ട്, അതായത് ഗൾഫ് സെക്ടറുകളിലേക്ക് എല്ലാ ഇടങ്ങളിലേക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള അധിക തുക നൽകിക്കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അത്തരത്തിലുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെ കൂച്ചുവിലങ്ങിടാൻ അല്ലെങ്കിൽ ഇത്തരം വിമാന കമ്പനികളുടെ ഈ വില വർധനവ് അല്ലെങ്കിൽ ഈ ടിക്കറ്റ് നിരക്കിൽ ഒരു ഏകീകരണം കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം. അതിനു വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. ശരി.